Hey so guys, welcome back. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു കല്യാണ ട്രിപ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇവിടെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ കല്യാണ ട്രിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പം എന്താണ് അവൻ്റെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല. അവൻ്റെ വണ്ടി എല്ലാം മിക്കത് സെയിലാക്കി. ഓക്കെ, ഇനിയിപ്പം ഒരെണ്ണം കണ്ടുള്ളൂ. അത് ഇന്ന് രാവിലെ ഓട്ടം പോയേക്കണായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പോകുമെന്ന് വെച്ചപ്പോൾ അവനും പോകാൻ കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനിങ്ങനെ എന്താണ് ഇന്നിവിടെ വന്നേക്കണേണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ കല്യാണ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ പോകണം. ഓക്കെ, ഈ സമയം ഇപ്പോൾ ഏകദേശം ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 10 മണിക്ക് ആണ് അവിടെ എത്തേണ്ടത് നമ്മൾ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തേക്കുള്ള രീതിക്ക് കാര്യങ്ങളൊക്കെയാണ് നിൽക്കണം. പിന്നെ ചെറുതായിട്ട് മൂക്കടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, പിന്നെ നമ്മുടെ കയ്യിലുള്ള വണ്ടികളൊക്കെ എന്ന് വെച്ചാൽ ഓട്ടം പോയിക്കണേ. ഇന്നൊരു വണ്ടി രാവിലെ വെളുപ്പിനെ പോയായിരുന്നു. ഇത് മൂന്നാറാണ്, കോളേജ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, പിന്നെ ആ പാക്കേജ് ട്രിപ്പ് തരാനുള്ളവർക്ക് തരാം കേട്ടോ. ഇൻസ്റ്റയുടെ ഇത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റഗ്രാം ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ഇൻസ്റ്റയിലാകുമ്പോൾ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിപ്പോൾ എവർ ഹാക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകണം. ഓക്കെ, ഇതിപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ഗ്യാരേജും കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ഇന്ന് വന്ന് സ്റ്റേ എടുത്തത്. ഇന്നലെ വന്നാണ്. ഇന്നലെ ഒരു 7 നൈറ്റ് ഒരു 7 മണിയൊക്കെ ഒന്ന് സ്റ്റേ എടുത്ത്. അപ്പം ഇന്നലെ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ഇരിക്കുകയാണ്. ഓക്കെ, ഇന്നലെ നമുക്ക് നേരെ വിടാനെടുക്കാനും ചെറിയ എടുക്കണതിനും പുതിയ ഒന്നാം മച്ചമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യാം കേട്ടോ. ഓക്കെ, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നേരെ വിടാം ഗൈസ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാട്ടാൻ മറന്നു. ഇത് നമ്മൾ പുതിയത് എടുത്തേക്കണ വണ്ടിയാണ് ഗൈസ്. ഓക്കെ, ഇത് സെപ്പല്ലാണ്. ഓക്കെ, നമ്മൾ പുതിയത് എടുത്തേക്കണ വണ്ടിയാണ്. നമ്മൾ ഒരു വർക്ക് പോലും കയറ്റിയിട്ടില്ല, ഇതിനകത്ത് വർക്ക് ഉണ്ടായതാണ്. ഓക്കെ, നമ്മൾ ആകെ കയറ്റിയെന്ന് വെച്ചാൽ അവിടെ പേര് മാത്രം അടിച്ചിട്ടുള്ളൂ, സെറോക്സ് എന്നുള്ളത്. ഓക്കെ, ബാക്കിയൊക്കെ ഇതിനകത്തുണ്ടായ വർക്ക് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പുതിയൊരു എത്ര 35 സീറ്റാണ്, 45 30 സീറ്റിൻ്റെ ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, പിന്നെ ബാക്കിൽ തന്നെ എനിക്ക് വേണ്ട സെറ്റ് കമ്പനി എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത്രയും ആണ് നമ്മൾ ഈ വണ്ടി നമ്മുടെ രീതിക്ക് ചെയ്തിട്ടുള്ള വർക്ക്. പിന്നെ ബാക്കി എല്ലാ വർക്കും ഈ വണ്ടീനകത്ത് ഉണ്ടായതാണ്. ഓക്കെ, ഇതേ ഫ്രണ്ടിലെ ബോണറ്റിൻ്റെ അവിടെ ഒക്കെ എനിക്ക് ഇത് ഫൈറ്റിംഗ് കില്ലറെന്നും പറഞ്ഞപ്പോൾ ചെറിയ രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എഡിഷൻ നെയിം തന്നെ ഹാജി വസ്താൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിനകത്ത് ഉണ്ടായതുണ്ട്. എഡിഷൻ നെയിമും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായതാണ്. പിന്നെ ബോണറ്റിൻ്റെ അവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ഇതിനകത്ത് ഉണ്ടായില്ല. അത് ഈ വണ്ടി വർക്ക് കഴിഞ്ഞ് 2 ആഴ്ച അതിനെ ഇറക്കിയപ്പോൾ വണ്ടിക്ക് പണിയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. ഓക്കെ, അപ്പം ഇവർ സെയിലിനിട്ടാണ്. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് പണിയും കാര്യങ്ങളൊക്കെ ഇവർ തീർത്തിട്ട് നമുക്ക് തരാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്. നമ്മൾ അതിന് മുമ്പേ കരാറൊക്കെ ഇതാക്കിയതാണ്, ഒപ്പിട്ട് കൊടുത്തതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ല. എന്താണ് പെൻഡിങ് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായി, അതൊക്കെ കഴിച്ചിട്ട് നമുക്കിപ്പോൾ തന്നാണ്. ഇനിയിപ്പോൾ ഒരു വർക്കും കൂടി എങ്ങാണ്ട് ഉണ്ടെന്ന് പറഞ്ഞവർ. ഓക്കെ, അതിനിപ്പോൾ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് അവരെ വർക്കും ചെയ്തിട്ട് നമുക്ക് നല്ലോണം തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു വാഷും കൂടി കഴിഞ്ഞിട്ട് നല്ലോണം തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ വാഷ് ചെയ്യേണ്ട ഒരു ഇതും ഇല്ല. കാരണം എന്താ വെച്ചാൽ കണ്ട ഫുൾ വൈറ്റാണ് വണ്ടി ഫുൾ വൈറ്റാണ്. അപ്പം ഈ വണ്ടിയൊക്കെ ഇവരുടെ കളർ കോഡ് അല്ലായിരുന്നു ഗൈസ്, ഗ്രാഫിക്സ് ആയിരുന്നു. ഓക്കെ, അപ്പം ആ ഇത് MVDയുടെ ആ ഒരു ഇത് കാരണം ഇവർ എന്താണ് ഇവരുടെ എല്ലാ വണ്ടിയും എന്താണ് കളർ കോഡും കാര്യങ്ങളൊക്കെ ആക്കിയതാണ് ഗൈസ്. ഓക്കെ, എന്നാലും നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് കിടക്കാം. ഓക്കെ, അപ്പം നിങ്ങളൊന്ന് കാട്ടാൻ വേണ്ടി നിന്നാണ്. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ KL01Z61 എന്നാണ്. ഓക്കെ, അത് എന്തായാലും അടിപൊളിയായിരുന്നു. ഓക്കെ, 61. ഓക്കെ, അപ്പോൾ എന്തായാലും ഫ്രണ്ടിൽ ക്യാബിൻ നോക്കണമെങ്കിൽ ഉണ്ട്, സ്കെൽറ്റൻ്റെ ഒരു ക്യാബിനും കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് അപ്പം നേരെ പോവാം. ഓക്കെ, അപ്പോൾ ഗൈസ് എന്താണ് ഈ ഗ്യാരേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഗൈസ്. ഓക്കെ, ഗ്യാരേജ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിനി വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് നേരെ പോവാം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് പയ്യെ ഇവിടെ നിന്ന് എടുക്കാം വണ്ടി. ഓക്കെ, അപ്പോൾ ഈ സൈഡിലേക്ക് കിടക്കുന്ന വണ്ടി അവരുടെ ഉണ്ടോ ഗൈസ്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് അതൊക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ഇവരും ഞാനൊക്കെ ഒരുമിച്ച് ഈ ബസ് ഫീൽഡ് തുടങ്ങിയതാണ് ഗൈസ്. ഓക്കെ, എന്തായാലും
അപ്പം അപ്പോഴാണ് അവൻ ഇത് കളർ കോഡ് വന്ന സമയത്ത് ഇവൻ്റെ നിന്നുള്ള എല്ലാ വണ്ടിയും ഇവൻ വിറ്റിട്ട് ആ ഒരു വണ്ടി മാത്രം വെച്ച് ഓടിയതിട്ട് ഓക്കെ. ഒന്നാണ് ഇതൊരു പാടമരമാണ് കണ്ടോ, നല്ല അടിപൊളിയല്ലേ. ഓക്കെ വൈബാണ്. പിന്നെ ഇവിടുത്തെ റോഡാണ് ഇച്ചിരി മോശമുള്ളത്. ഓക്കെ ബാക്കിയെല്ലാം കുഴപ്പമൊന്നുമില്ല. ഓക്കെ അപ്പം നമുക്ക് എന്താണ് ഇച്ചിരി പെട്രോൾ അടിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഇച്ചിരി പെട്രോളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം. ഓക്കെ ഇവിടെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വണ്ടി ഇടിച്ചിട്ടില്ല ഗൈസ്. ഓക്കെ വണ്ടിക്കാരൻ അപ്പുറത്തോട്ട് പോവാം. ഓക്കെ ഇടിച്ചിട്ടില്ല. എന്തായാലും അടിപൊളിയാണ് ഈ വണ്ടിയുടെ. കണ്ടോ ചെറിയ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ എന്തായാലും അടിപൊളിയാണ്. ഇപ്പോൾ നമ്മളെന്താണ് നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ സേഫാക്കി ഒതുക്കിയിട്ടിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് നമ്മൾ ഒതുക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ പിന്നെ ഇവിടുത്തെ ഈ റോഡ് കണ്ടോ ഭയങ്കര മോശമെന്ന് വെച്ചാൽ വളരെ മോശമാണ്. ഇത് പൈപ്പ് ലൈനാണെന്നും പറഞ്ഞ് കുത്തിപ്പൊളിച്ചിട്ടേക്കണേണ്. ഇപ്പോൾ ഇന്നൊരു ടാറിങ്ങൊന്നും നടന്നിട്ടില്ല. ഓക്കെ ഇവിടുത്തെ ആൾക്കാർ ഇതിൻ്റെ വേണ്ട ഇതൊന്നും കൊടുത്തിട്ടില്ല. ഓക്കെ ബന്ധപ്പെട്ടിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ എന്തായാലും നമുക്കതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ നമുക്ക് നമ്മളെ അവിടുത്തെ ഗ്യാരേജിലെ ഇത് റോഡും കാര്യങ്ങളൊക്കെ മാത്രം നോക്കിയാൽ മതി. ഓക്കെ എന്തായാലും കണ്ടപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ എന്തായാലും ആൾക്കാരും കാര്യങ്ങളൊക്കെ കയറട്ടെ. ഓക്കെ നമുക്ക് എന്തായാലും അപ്പോഴത്തേക്കും ഇവിടെ വണ്ടി കയറി ഇരിക്കാം. ഓക്കെ എന്തായാലും ഇത് അടിപൊളി ഒരു വണ്ടിയാണ്. ഓക്കെ ഞാൻ ഓടിച്ചതിൽ വെച്ച് നല്ല വണ്ടിയാണ്. പിന്നെ കുഞ്ഞിതായതുകൊണ്ട് അധികം ഓട്ടോ ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഓക്കെ അതുകൊണ്ടാണ്. ഓക്കെ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ വണ്ടി എടുക്കാറില്ല. ഓക്കെ കുഞ്ഞിതായതുകൊണ്ടേ വല്ല ഇങ്ങനത്തെ ചെറിയ വല്ല ഓട്ടങ്ങൾ കിട്ടണമെങ്കിൽ മാത്രം എടുക്കുള്ളൂ. ഓക്കെ ഇപ്പം ഇവരുടെ ഈ കല്യാണം നടക്കണ 2 മക്കളുണ്ട്. ഓക്കെ അപ്പം ആദ്യത്തെ ഒരാളുടെ കല്യാണം നടന്നപ്പോൾ വലിയ 49 സീറ്റിനെ വിളിച്ചു. അപ്പോൾ ഒട്ടും ആൾക്കാരുണ്ടായില്ല. എത്രയും 5 സീറ്റെങ്ങാണ്ട് ഉണ്ടായുള്ളൂ ആൾക്കാർ. ബാക്കി എല്ലാം ഒഴിഞ്ഞിടക്കണേന്ന്. ഓക്കെ അപ്പം ഈ സമയത്ത് എന്താണ് ചെറിയ വണ്ടിയും കാര്യങ്ങളൊക്കെ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. നോക്കി ഈ വണ്ടി നിറയും എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ അപ്പം 2 വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഒന്ന് ട്രാവലറും ഒന്ന് ഇതുമാണ്. ഓക്കെ അപ്പം ട്രാവലറിലുള്ള ആൾക്കാർ വന്നിട്ടില്ല, അവർ വരും. ഓക്കെ അതല്ല നമുക്ക് നമ്മളിവിടെ പറഞ്ഞ ആൾക്കാരെടുത്തിട്ട് നമുക്ക് പോയാൽ മതിയിട്ട് ചോദിച്ചു. ഓക്കെ എന്തായാലും കാര്യങ്ങളൊക്കെ അപ്പോൾ കഴിച്ച ആൾക്കാരും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പോകണേനു. ഓക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് ഒന്ന് ഓഡിറ്റോറിയം. ഓക്കെ എന്തായാലും നമ്മളങ്ങോട്ട് പോകണേനു. ഓക്കെ പാട്ടം വെച്ച് ഓക്കെ ഇതുവഴി പോകണം. ഒരു മോശം റോഡാണ്, സൈഡ് നോക്കണം. ഓക്കെ എന്തായാലും ഇതുവഴിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് പോകാനുള്ളത്. ഓക്കെ ഇച്ചിരി സ്പീഡ് കുറക്കണം, കാരണം വളവും തിരിവൊക്കെയാണ്. ഓക്കെ ഇതുവഴി എതിരെന്നൊരു വണ്ടി വരൂലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ വന്നാൽ പെട്ട് കേസ്. ഓക്കെ വളക്കാനുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ എതിരെന്ന് വണ്ടി വരില്ല, അത് ഭാഗ്യം കേസ്. ഓക്കെ നമുക്ക് ഇതുവഴി പോവാം. അപ്പം സിഗ്നൽ നമുക്ക് വേണ്ട, സിഗ്നൽ കട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ വണ്ടിക്കാരൻ ഇവന്മാരൊന്നും കണ്ണില്ല കേസ്. ഓക്കെ ഇവന്മാര് ഇങ്ങനെയാണ് കേസ്. ഓക്കെ ഓടിക്കണത്. ഓക്കെ ഇതാണ് ഓഡിറ്റോറിയം. ഓക്കെ ഇവന്മാര് കാണൂല, നമ്മൊന്നും വന്യവന്മാര് കാണൂല, ഇടിച്ചുറപ്പിച്ചിട്ട് അങ്ങോട്ട് പോകും. ഓക്കെ ഇതാണ് ഓഡിറ്റോറിയം. ഓക്കെ അപ്പം എന്തായാലും ആരെയും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ കേസ് എന്താണ് നമ്മൾ ആൾക്കാരെയും കാര്യങ്ങളൊക്കെ ഇറക്കി. ഓക്കെ അപ്പോൾ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്ത് ട്രാവലറുകാർ എന്താണ് ഡീസൽ എന്താണ് മേടിക്കാൻ പോയി. ഓക്കെ അപ്പം എന്തായാലും നമ്മളിവിടെ ഇങ്ങനെയാണ് പോസ്റ്റാണ്. ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അവർ ഇറങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഓക്കെ തിരിച്ച് പോകാൻ പറ്റുള്ളൂ. ഓക്കെ
അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ചെറിയ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇത് ഒരു കിഡിലെ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ, അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ. ഓക്കെ.